ഇന്നു മുതൽ രാജ്യത്ത് പുതിയ സാമ്പത്തിക നയം നിലവിൽ വരികയാണ്. പാൻ, നികുതി, ടോൾ എന്നിവയിൽ മാറ്റങ്ങളുണ്ടാകും. ഇന്നു മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ നിരവധി പരിഷ്കാരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നികുതി നിയമം 1961 പകരം ഇൻകം ടാക്സ് ആക്ട് 2025 നിലവിൽ വരും. ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി ബാങ്ക് ഇടപാടുകളിൽ മാറ്റങ്ങൾ വരും. ഇനി മുതൽ എല്ലാ ഡിജിറ്റൽ ഇടപാടുകൾക്കും 2 ഘട്ടമായുള്ള ഓതന്റിക്കേഷൻ നടപ്പിൽ വരും. എല്ലാ ഡിജിറ്റൽ ഇടപാടുകൾക്കും OTPക്ക് പുറമെ പാസ്വേഡ്, പിൻ അല്ലെങ്കിൽ ബയോമെട്രിക് വിവരങ്ങൾ കൂടി നൽകേണ്ടി വരും. സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് ഇന്റർനെറ്റ്, മൊബൈൽ ബാങ്കിംഗ് സൗകര്യം ലഭ്യമാകും. ATM കാർഡുകൾക്ക് ഫീസ് ഒഴിവാകും. നിക്ഷേപങ്ങൾക്ക് പരിധിയും ഉണ്ടാകില്ല. 4 തവണ ATMൽ നിന്നും സൗജന്യമായി പണം പിൻവലിക്കാൻ കഴിയും. സ്വർണ്ണ പണയത്തിൽ പുതിയ സ്ലാബുകളും നിലവിൽ വരും. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പണയം വെച്ച സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 85% വരെ വായ്പയായി ലഭിക്കും. 5 ലക്ഷം വരെ 80%, 5 ലക്ഷത്തിന് മുകളിൽ 75% എന്ന പരിധിയും ബാധകമാവും. പാൻ കാർഡ് ഹാജരാക്കുന്നതിലും ഇളവുകളുണ്ട്. 20 ലക്ഷത്തിന് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്ക് ഇനി മുതൽ പാൻ മാത്രം നൽകിയാൽ മതി. പോസ്റ്റ് ഓഫീസുകളിൽ സാമ്പത്തിക വർഷത്തെ നിക്ഷേപം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലായാൽ മാത്രം പാൻ കാർഡുകൾ നൽകിയാൽ മതി. ടോൾ പാസുകളുടെ വില 75 രൂപ വർദ്ധിക്കും. വാർഷിക പാസ് 3075 രൂപയായി ഉയരും. 200 യാത്രകൾ നടത്താൻ കഴിയും. ടോൾ പ്ലാസകളിലെ ഇടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലാക്കും. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വായ്പാ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി ഉയരും. കേരളത്തിന്റെ നികുതി വിഹിതത്തിലും മാറ്റം വരും. സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാന്റ് പൂർണ്ണമായി ഒഴിവാക്കിയെങ്കിലും കേരളത്തിന്റെ നികുതി വിഹിതം 2.38% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് പുതിയ സാമ്പത്തിക വർഷം 36,355 കോടി രൂപ കേരളത്തിന് ലഭിക്കും. വിദ്യാഭ്യാസം, ചികിത്സ എന്നിവയ്ക്കായി വിദേശത്തേക്ക് പണമടയ്ക്കുന്നതിനുള്ള നിലവിലെ TCS 5% നിന്നും 2% കുറയും. ടൂർ പാക്കേജുകൾക്കും TCSൽ കുറവുണ്ടാകും. പുതിയ ആദായ നികുതി നയം നടപ്പിൽ വരുമ്പോൾ കണക്കെടുപ്പ് വർഷം, സാമ്പത്തിക വർഷം എന്നിവ ഉണ്ടാകില്ല. പകരം നികുതി വർഷം എന്ന ഒറ്റ പ്രയോഗമായി മാറും. പുതിയ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധിയും ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഡിസംബർ 31 എന്നുള്ളത് മാർച്ച് 31 വരെ നീട്ടും. ഡിജിറ്റൽ ഇടപാടുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതാണ് പുതിയ സാമ്പത്തിക നയം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.